LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡർ സമരക്കാരുമായി 6ാം വട്ടം നടന്ന ചർച്ചയിലും സമവായമായില്ല. പ്രശ്നപരിഹാരത്തിന് വിദ്യാഭ്യാസ മന്ത്രി 2 മാസത്തെ സാവകാശം തേടി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇതിനായി 2 മാസം വേണമെന്നും അതുവരെ സമരം നിർത്തണമെന്നും ആവശ്യം. സുനിഷ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിഷ, അങ്ങനെ 6ാം വട്ട ചർച്ചയിലും ഒരു തീരുമാനത്തിലെത്തിയില്ല. ഇന്ന് നടന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും സംസാരിച്ചൊപ്പം ഈ 2 മാസത്തെ സാവകാശം നൽകണമെന്ന മന്ത്രിയുടെ ആവശ്യം അത് സമരക്കാർ അംഗീകരിക്കുമോ? കീർത്തന, LPSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അത് തുടരുകയാണ്. അതിനിടയിലാണ് 6ാം തവണയും വിദ്യാഭ്യാസ മന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇന്ന് ചേംബറിൽ വെച്ച് ചർച്ച നടക്കുകയും ചെയ്തു. പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി 2 മാസത്തെ ഒരു സാവകാശമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ പ്രശ്നം അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്നും അതിന് 2 മാസത്തെ സാവകാശം വേണമെന്നും അതുവരെ സമരം നിർത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും അതിലൊരു കൃത്യമായ തീരുമാനം ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് എടുത്തിട്ടില്ല, അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ, ഈ സമരം ചെയ്യുന്ന അവരുടെ ആവശ്യങ്ങൾ, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിരവധി കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അധ്യാപകരെ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത് മറ്റ് അധ്യാപകരെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലടക്കം നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാനായി ഒരു 2 മാസത്തെ സാവകാശം വേണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് സമരക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ സാവകാശം തേടിയ പശ്ചാത്തലത്തിൽ അതിൽ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ റാങ്ക് ഹോൾഡേഴ്സ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നാളെ തീരുമാനിച്ച് ഈ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം ചേർന്ന് തീരുമാനിച്ചൊരു അന്തിമ തീരുമാനം അത് നാളെ കൈക്കൊള്ളുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ 2 മാസത്തെ സാവകാശം കൊടുത്ത് ഈ അനുഭാവപൂർണമായ ഒരു പരിഹാരം അതുണ്ടാകുമോ എന്നുള്ളത് മുന്നിൽ കാണുകയായിരിക്കും ചെയ്യുക. അല്ല എങ്കിൽ ഒരുപക്ഷെ സമരവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും ചർച്ച ചെയ്ത് റാങ്ക് ഹോൾഡേഴ്സ് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2 മാസം കൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാരം കാണാനുള്ള നീക്കമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിയമവശങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് മറ്റ് അധ്യാപകരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിലൊരു അനുഭാവപൂർണമായ നിലപാട് തീരുമാനമെടുക്കാനായി 2 മാസത്തെ സാവകാശം ഇപ്പോൾ തേടിയിരിക്കുന്നത്. കീർത്തന.